there is this book called The Alchemist, which says, if you wish for something, the universe will conspire to make it happen. KPH പറ്റി ഒരുപാട് കേൾക്കാറുണ്ട് ഞാൻ. Heard that it's a good thriving community of serious people. And I think what you're doing is extremely important, especially നമ്മുടെ നാട്ടിൽ. All these startups and big unicorns happen in Silicon Valley, so I want to be there. Okay. But it's not necessarily true. I mean, Kerala PH has introduced me to YC. YC കമ്പനികളുടെ മിക്ക ബിസിനസ്സും വൈസിന്റെ ഉള്ളിൽ തന്നെ വരുന്ന കാര്യം ക്രോസ് പ്രൊമോഷൻ ആണ്. പക്ഷെ ദാറ്റ് ഷോസ് സംതിങ്. എന്തോ സംഭവിക്കുന്നുണ്ട് അവിടെ മാജിക്കലായിട്ട് ദാറ്റ് മേക്സ് പീപ്പിൾ വാണ്ട് വർക്ക് ടുഗദർ. അതിവിടെ സംഭവിച്ചിട്ടുണ്ട് കേരള പ്രൊഡക്ഷൻ പ്ലാൻ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇന്ന് ബിൽഡ് ചെയ്യുന്ന ഏറ്റവും നല്ല ബിൽഡേഴ്സ് എല്ലാവരും ആ ഗ്രൂപ്പിലുണ്ട്. അതിലില്ലാതെ ആരും ഇല്ല. It's something that I think the awareness you as a KPH can build to the founder. ഇന്നലെ ടു ബി എക്സാക്ട് നമ്മളൊരു 1 month കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കാൻഡിഡേറ്റ്സ് ആയിട്ടൊരു ഗൂഗിൾ മീറ്റ് അറേഞ്ച് ചെയ്തിരുന്നു. വി ആർ ടോക്കിംഗ് അബൌട്ട് ഹൗ ദ ഹാക്കത്തോൺ ഹാസ് ബീൻ ഇമ്പാക്ട്ഫുൾ ഫോർ ദം. ഹാക്കത്തോണിലൊരു വിന്നറോ തോൽവിയോ അങ്ങനെ സംഭവം ഇല്ല. എസെൻഷ്യലി എവരിവൺ ട്രൈ ദെയർ ബെസ്റ്റ് ടു മേക്ക് എ റിയലി ഗുഡ് പ്രൊഡക്റ്റ് ആൻഡ് ഷോ കേസ് എ പ്രൊഡക്റ്റ് ഡെമോ. ഇവൻച്വലി ഈ പ്രൊഡക്റ്റ് വെച്ചിട്ട് ദേ ഷുഡ് ബി മേക്കിംഗ് എ കമ്പനി ആൻഡ് മേക്കിംഗ് എ മേ ബി ബിൽഡിംഗ് എ ടീം ആൻഡ് പവറിംഗ് ടു ദ എക്കണോമി. ആ ഒരു ഔട്ട്കം ആണ് ഇത് വേണ്ടത്. അപ്പോൾ ഈ ഹാക്കത്തോണിൽ ഒരു പ്രൈസ് കിട്ടിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇത് വെച്ചിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്തത് എന്നുള്ളതാണ്. ഞാൻ വെരി ഓഫൻ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ മെയിൻലി കിപ്പ് ഔട്ട് ചെയ്യുന്നത് എൻ്റെ പീരീഡ് ഡേയ്സ് കാര്യങ്ങളൊക്കെയാണ്. ഇഫ് സമൺ വോണ്ട് ടു ബി ഗെറ്റ് പ്രഗ്നൻറ്റ്, അപ്പോൾ അവരുടെ ഓവുലേഷൻ സൈക്കിള് പ്രിഡിക്റ്റ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും, പിന്നെ ഇഫ് സംബഡി ഈസ് ഓൾറെഡി പ്രഗ്നൻറ്റ് അവരുടെ ആ പ്രഗ്നൻസി ജേർണീനെ പിന്നെ ട്രാക്ക് ചെയ്യാനും അതിനെ സ്ക്രീൻ ചെയ്യാനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടിരിക്കുന്നത്. Like we have insights here. People can log dates and then add symptoms. Like they can also have a mood check thing. Like they can take notes on the dates related thing. Also we have predictions here on upcoming dates, and like today somebody is also there. Also like if someone is in the dates or like if they are going through something, like they get articles related to that here. Next one is a community. Like it's a kind of secret chat thing. So these are like anonymous names. So they can discuss things if they have some doubts. We also have a partner app. When we go through our PMS time or a period time before 7 days, that's called PMS. അല്ലെങ്കിൽ menstrual cycle. ആ സമയത്ത് നമുക്ക് ഒരുപാട് മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ മാരീഡ് ആയിട്ടുള്ള അല്ലെ പാർട്ട്നേഴ്സുള്ള ആൾക്കാർ ഫൈറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒപ്പറേറ്റ് ദേഷ്യം വരുന്നു, അതിരുന്ന് കണ്ട കാര്യത്തിനൊക്കെ ഉണ്ടാക്കുക, പിന്നെ അൺവാണ്ടഡ് ടോപ്സിസ് എടുത്തിട്ട് പഴയ കാര്യങ്ങളെടുത്ത് ഫൈറ്റ് ചെയ്യുക. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണ്. അപ്പോൾ എന്തുകൊണ്ട് പാർട്ട്ണർ ആപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ വെൻ വി ആർ ഓൺ ആർ സർക്കിൾ യു ഗെറ്റ് നോട്ടിഫൈഡ്. ഓക്കെ ഡൂഡ്, യു ഹാവ് ടു ബി വെരി കെയർഫുൾ ബിക്കോസ് ഷീ ഈസ് ഓൺ ഹർ PMS. So it will help you to understand your partner better. നമുക്ക് ഗുഡ് തിങ് ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പിവറ്റ് ചെയ്തു. പിവറ്റിനെ പറ്റിയാണ് പലരും നമ്മൾ ഈ എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവും. പിവറ്റ് ഷുഡ് ബി നോർമലൈസ്ഡ്. ആ ഒരു സംഭവം വെറുതെ സമയം കളർച്ച് എനർജി കളയാനേക്കാളും ബെറ്റർ ആയിട്ട് പിവറ്റ് ചെയ്യുന്ന ഡിസിഷൻസ് ബോൾഡായിട്ട് എടുക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് സംതിങ് വി റിയലി ലൈക്ക്. ആൻഡ് ഇതെല്ലാം മെൻറ്റേഴ്സ് ആയിട്ടുള്ള കണക്റ്റും റിയലി ഹെൽപ്പ് ദം ക്ലാരിറ്റി ഓൺ വാട്ട് ടു ഡു ആൻഡ് വാട്ട് ടു ബിൽഡ്. സോ പിവറ്റിംഗ് ഒരു കംപ്ലീറ്റ്ലി നോർമൽ പ്രോസസ്സാണ്. എല്ലാ സർഫും പോകുന്നൊരു പ്രോസസ്സാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവരും പുറമേ അത് കാണില്ല. അത് കേഴ്സർ 4 വർഷം മുമ്പ് തുടങ്ങിയൊരു കമ്പനിയാണ്. അവരാദ്യം AI to CAD എന്നുള്ള സംഭവം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇമെയിൽ AI കോപ്പൈലറ്റ് എന്തോ ചെയ്തു. അതിൻ്റെ വേറെ എന്തോ ഡൗട്ട് നോക്കി നടന്നില്ല. ആൻഡ് 4th iteration ആയിരുന്നു ഈ പറഞ്ഞ കേഴ്സർ. പക്ഷെ പറയുമ്പോൾ കേഴ്സർ ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കമ്പനി എന്ന് പറയും. പക്ഷേ അത് 4 വർഷം മുമ്പ് തുടങ്ങിയതാണ്. കേഴ്സർ എന്ന പിവട്ടാണ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് പിവറ്റ്. അപ്പോൾ ആ ഒരു ഡെഫിനിഷൻ ഡിഫറൻസസ് ഉണ്ട്. റെപ്ലിറ്റ് ഫസ്റ്റ് 10 years റവന്യൂ ഉണ്ടാക്കുന്നില്ല. ലൈക്ക് ഓൾമോസ്റ്റ് ഡെക്കേഡ് റവന്യൂ ഇല്ല. ആ ഒരു YC കമ്പനി ആയിരുന്നു. ദെൻ റീസെൻ്റായിട്ട് റെപ്ലിറ്റ് ആദ്യം ഒരു ഓൺലൈൻ ID എന്നുള്ള സംഭവത്തിൽ മാത്രം പിടിച്ചു നിന്നു കുറേ നാൾ. ഒരു ഇന്നോവേഷൻസൊന്നും അവിടെ വന്നില്ല. ദെൻ ഈ പറഞ്ഞൊരു AI ഏജൻറ്റും കൂടെ വന്നപ്പോഴാണ് അവർ ആക്ച്വലി പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അങ്ങനെ കുറേ ഇപ്പോൾ ലവബിളിൻ്റെ കേസിലും സിമിലറാണ്. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോറീസും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് ഫസ്റ്റിലെ ഒരു മൂൺ ഷോട്ട് അടിക്കുന്ന കമ്പനീസ് വളരെ റയറാണ്. ഈ പിവറ്റ് ആരും കാണാതെ പോകുന്നതാണ് മെയിൻ റീസൺ. ആൾക്കാർ ഒരു സ്റ്റിഗ്മയുണ്ട്, പിവറ്റ് എന്നൊരു സ്റ്റിഗ്മയുണ്ട്. ബട്ട്
ബൈസിക്ക് ഇന്റേണലി ഇപ്പം ഞങ്ങളുടെ ബാച്ച് മീൻസിലൊക്കെ ഒരു ബാച്ചിനകത്ത് തന്നെ ഒരു 10 പ്രാവശ്യം ബ്യൂട്ടി ചെയ്താണ്. അപ്പോൾ സോ ലൈക്ക് ബൈസിക്ക് കയറുമ്പോൾ ഒരു ഐഡിയ ആയിരിക്കും, ദെൻ ഇൻക്ലൂഡിങ് വൈസി പാർട്ട്നേഴ്സിനും ഒരു ഡൗട്ട് ഉണ്ട്. അതായത് ലൈക്ക് ദിസ് ഐഡിയ സൗണ്ട്സ് ഫൈൻ ഇനീഷ്യലി, ബട്ട് അത് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഇൻഡസ്ട്രിയിൽ ഇറങ്ങുമ്പോഴാണ് ലൈക്ക് വൈസി പാർട്ട്നേഴ്സിനും ചിലർക്ക് ആ ഒരു ഇൻഡസ്ട്രി നോളജ് കാണത്തില്ല. ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രി നീഷൊക്കെ ആണെങ്കിൽ പ്രോബ്ലി ഇപ്പോൾ ഒരു ഫാക്ടറി വർക്കേഴ്സിന് ഒരു ആപ്പ് ആരോ ഉണ്ടാക്കി, ഡസൻ മീൻ ഈ വൈസി പാർട്ട്നേഴ്സിൻ്റെ ഫാക്ടറി ഇൻഡസ്ട്രിനെ കുറിച്ച് വലിയ നോളജ് കാണത്തില്ല. ദിസ് ഐഡിയ സൗണ്ട്സ് ഗുഡ്, നിങ്ങൾക്ക് അതിന് നെറ്റ്വർക്ക് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, ദിസ് സൗണ്ട്സ് ഗുഡ് ഓൺ പേപ്പർ, പക്ഷേ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവുന്നത് വർക്ക് ആവത്തില്ല. അപ്പോൾ ഒരു പിവറ്റ് വിച്ച് ഇസ് കംപ്ലീറ്റ്ലി ഫൈൻ. അപ്പോൾ പിവറ്റ് ഞങ്ങളുടെ ബാച്ചിൽ കുറേ സമയം നടക്കാറുള്ളതാണ്. ഞങ്ങളുടെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആസ്ട്രത്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ ലൈക്ക് കോഡിങ് എന്തായിരുന്നു മറ്റേ ഇനീഷ്യൽ ഐഡിയ എന്തായിരുന്നു? ഇനീഷ്യൽ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് ബേസിനകത്തുള്ള വൾണറബിലിറ്റീസ് കണ്ടുപിടിക്കും, അത് മാർക്ക് ചെയ്ത് അത് ഓട്ടോമാറ്റിക്കലി എക്സ്പ്ലോയിറ്റ് ചെയ്യും ഫോർ പ്രൂഫ്, എന്നിട്ട് അത് ഓട്ടോമാറ്റിക്കലി ഫിക്സും ചെയ്യും. സോ ഇഫ് യു ഹാവ് എ കോഡ് ബേസ്, ഇപ്പോൾ നിങ്ങളൊരു ബാങ്ക്, ഞങ്ങളുടെ ICPS ബാങ്ക്സ് ഒക്കെ ആയിരുന്നു, അപ്പോൾ ഞങ്ങൾ ഓൾറെഡി കുറച്ച് ബാങ്ക്സിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു, UAE മെയിൻലി. അവിടുത്തെ ഓൾറെഡി നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട് അതാണ് ഫസ്റ്റ് ടാർഗറ്റ് ചെയ്തത്. അപ്പോൾ അവരുടെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഹൺഡ്രഡ്സ് ഓഫ് കോഡ് ബേസസ് ഉണ്ട്, അതിനകത്ത് വൾണറബിലിറ്റീസ് കണ്ടുപിടിക്കാനുള്ള ടൂൾസ് ഓൾറെഡി അവർ പേ ചെയ്യുന്നുണ്ട്, 6 figures പേ ചെയ്യുന്നുണ്ട്, മൾട്ടിപ്പിൾ ടൂൾസിന് പേ ചെയ്യുന്നുണ്ട്. ചെക്ക് മാർക്സ്, വെരാക്കോഡ് അങ്ങനെയുള്ള കുറേ സോഫ്റ്റ്വെയർസ് ആണ് കോമ്പറ്റീറ്റേഴ്സ് ആണ്. ബട്ട് അവരുടെ ലിമിറ്റേഷൻസ് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റാറ്റിക് റൂൾസ് വെച്ചിട്ട് ഈ ഒരു വൾണറബിലിറ്റി ഉണ്ട്, SQL ഇഞ്ചക്ഷൻ ഈ കോഡ് ബേസിൽ ഉണ്ടെന്ന് പറയുമെന്നല്ലാതെ കോണ്ടെക്സ്റ്റ് ബേസ്ഡ് വൾണറബിലിറ്റീസ് കണ്ടുപിടിക്കത്തില്ല. ആ പ്രോബ്ലം സ്റ്റേറ്റ്മെൻ്റ് ആണ് ഞങ്ങൾ സോൾവ് ചെയ്തത്. അത് ബിസിനസ് ലോജിക് എറേഴ്സ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറയുമെങ്കിൽ, ഇപ്പോൾ ഒരു ബാങ്ക് ആണെങ്കിൽ നിങ്ങൾ ബാങ്കാണ്, അപ്പോൾ അതിനകത്ത് ഒരു കസ്റ്റമറിന് ഇത്ര എമൗണ്ട് ഓഫ് മണി 3 times വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു ലിമിറ്റ് ഉണ്ട്. ഈ ലിമിറ്റ് കോഡിനകത്ത് ഡിഫൈൻ ചെയ്തത് ഒരു സ്പെസിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ്. ലൈക്ക് അവർ ഡിസൈഡ് ചെയ്തു ഇങ്ങനെ സ്പെസിഫിക്കേഷൻ ഉണ്ട്, ഈ ഒരു ബിസിനസ് ലോജിക് അതിൻ്റെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഈ സ്റ്റാറ്റിക് സ്കാനേഴ്സ് പാറ്റേൺ മാച്ചേഴ്സ് ആണ്, അവർ പാറ്റേൺസ് നോക്കിയിട്ട് കാണത്തില്ല. ബട്ട് ഇഫ് യു ഹാവ് എ നാച്ചുറൽ ലാംഗ്വേജ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ദ കോഡ് ആൻഡ് ബി ലൈക്ക് ഒരു അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള AI ക്യാൻ ജഡ്ജ് ഇറ്റ്, ലുക്ക് അറ്റ് ദ കോഡ് ആൻഡ് ബി ലൈക്ക് ദിസ് ഇസ് നോട്ട് അപ് ടു സ്പെക്, ദാറ്റ്സ് എ ബിസിനസ് ലോജിക്കർ. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ലോസ് എത്രയും വരും, ഒരു ബഗ് ഉണ്ടെങ്കിൽ ഇത്ര ഫിനാൻഷ്യൽ ലോസ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇതൊരു വേറെ ആൾ മലീഷ്യസ് ഹാക്കർ എക്സ്പ്ലോയിറ്റ് ചെയ്താൽ അവർക്ക് ഇത്രയും റാൻസം ചെയ്യാൻ പറ്റും. എക്സെപ്റ്റ് ലൈക്ക് ദാറ്റ്. ആ ഒരു ത്രെറ്റ് ഇൻ്റലിജൻസ് ആയിരുന്നു ഞങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്സിനും ആ ഒരു മീഡിയം സൈസ് സ്റ്റാർട്ടപ്സിനൊക്കെ ഞങ്ങൾക്ക് ആക്ച്വലി ഈസി ആയിട്ട് സെല് ചെയ്യാൻ പറ്റി വിത്തിൻ YC അതേഴ്സ് ആൻഡ് സ്റ്റഫ്. ബട്ട് ഒരു സംഭവം മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്സിന് സെക്യൂരിറ്റി ദർ ഓൺ ആക്ച്വലി കെയർ. അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഷിപ്പ് ചെയ്തിട്ട് എങ്ങനെയും പൈസ ഉണ്ടാക്കണം, ആ ഒരു സംഭവം. അവർ പ്രൊഡക്റ്റ് സെക്യൂരിറ്റി നല്ല ഇമ്പോർട്ടൻ്റ് ആണല്ലോ, ദാറ്റ്സ് വൈ ദേ ബോട്ട് us. പക്ഷേ അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആക്ച്വലി ഞങ്ങൾ നോക്കുമ്പോൾ പ്രൊഡക്റ്റിന് പേ ചെയ്യുന്നുണ്ട്, ബട്ട് ദർ നോട്ട് ആക്ച്വലി യൂസിങ് ഇറ്റ്, ദെൻ വാട്ട്സ് ദ പോയിന്റ്. പക്ഷേ അപ്പോൾ എൻ്റർപ്രൈസ് ആയതാണ് മെയിൻ ICP. അപ്പോൾ അവരെ പോയിട്ട് സെല് ചെയ്യുന്ന സമയത്തുള്ള മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻ്റർപ്രൈസ് നല്ല സ്ലോ ആണ്. അതായത് ഒരു 18 മാസമൊക്കെ എടുക്കും ഒരു അത്യാവശ്യം വലിയ ബിഗർ എൻ്റർപ്രൈസിനെ ക്ലോസ് ചെയ്യാൻ. ബാങ്ക്സ് ഒക്കെ ആണെന്ന് വെച്ചാൽ 8-9 months ഓഫ് പ്രൊക്യൂർമെൻറ്റ് മാത്രം ഉണ്ടായിരിക്കും. ഇപ്പോൾ അതിൻ്റെ മുകളിൽ വേറെ കംപ്ലയിൻസ് ഉണ്ട്, PCI DSS ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ, SOC 2 ISO, പിന്നെ സപ്പോർട്ട് ഓൺ പോൾ വേണം. അപ്പോൾ ആ സമയത്ത് ടീം നല്ല ലീൻ ആയതുകൊണ്ട് വേറെ ലൈക്ക് ഓക്കെ ഞങ്ങളുടെ ഈ കോമ്പറ്റീഷനെല്ലാം ലൈക്ക് പ്രോബ്ലി 100 people ജസ്റ്റ് ഫോർ സപ്പോർട്ട് മാത്രമുണ്ട്. ലൈക്ക് ആ സ്കെയിലിംഗ് ഇഷ്യൂ സംഭവം ആണ്. അപ്പോൾ ഞങ്ങളുടെ കേസിൽ ഓക്കെ ദിസ് കുഡ് ബി ബിഗ് ഇഫ് യു ജസ്റ്റ് കീപ്പ് അറ്റ് ഇൻ ഫോർ എ ലോങ് ടൈം. അപ്പോൾ ഞങ്ങൾക്ക് അതിൽ അത്ര പാഷൻ ഉള്ളതില്ല. ആസ് എൻ എൻ്റർപ്രൈസ് ഞങ്ങൾക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സെയിൽസിനായിട്ട് കുറച്ച് വയസ്സായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും, അവരാണ് അവിടെ പോയിട്ട് സംസാരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് പിള്ളേരാണ്. സോ ലൈക്ക് ആ ഒരു മാർക്കറ്റ് മിസ്മാച്ച് ഉണ്ടായിരിക്കും. സ്കില്ലിൻ്റെ കേസിലും ആ ഒരു ടെക്നോളജിയുടെ കേസിലും ബെറ്റർ ആണെങ്കിലും ഡസൻറ്റ് റിയലി ഫിറ്റ് ടു ദ മാർക്കറ്റ് ദാറ്റ് മാച്ച്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വി ഷുഡ് പിവട്ട് ടു സംതിങ് എൽസ് എന്ന രീതിയിലാണ്. ബട്ട് സെയിം ഇൻഡസ്ട്രി തന്നെയാണ്, ബട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ല കാരണം സ്റ്റെൽത്തില്ല. ബട്ട് എന്നാലും we cannot talk about this. ഈ ഒരു ഹാക്കത്തോണിൽ വന്നിട്ടുള്ള 16-year-old kid. അപ്പോൾ ആ സമയത്ത് he couldn't properly launch the demo or something, but he went back again and he texted, this is the demo I wanted to do. Then he was added to KPH Mafia group as well, and he got many feedback as well. ഒരു കിഡിലും പ്രോഡക്റ്റ് ആയിട്ടുണ്ട്, ഒരു ഇൻഫിനിറ്റ് ക്യാൻവാസ് സ്റ്റൈലുള്ള. മേ ബി ആ ഡെമോ വേണമെങ്കിൽ ഇവിടെ കാണിക്കാം. So hi, so this is a quick demo of Nodit. So I'm gonna ask how to predict landslides in Kerala or landslides. That's a question that I do have. So I'm gonna just give that as a question to Nodit, and it will actually create me a normal chat. Here it's saying you have to understand theoretical factors. You can use technologies such as remote sensing and geotechnical sensors. So it's giving me a lot of things, but I do not know what a geotechnical sensor is. So I can just highlight it and click on expand a new node. So it will just expand as in a new node explaining about what geotechnical sensors are. So like this you can just expand and understand various different things. You can also create another fresh nodes without any connections,
And if you ask this node what am I talking about, it doesn't know anything because the context isn't shared. But if I just create another another node that's a connected node, I can just drag and drop it or click. This is a connected node. I'm gonna ask what was I talking, and it will create you a summarized summary of what were all the things that we were talking about. So this is not it. You can connect and integrate chats in a 2D plane, and yeah, so this is the demo. But effectively, like 16-year-old to even 40-year-old, ഇന്നലെ നമ്മൾ സംസാരിച്ച ഭരതനായിട്ട് സംസാരിച്ച സമയത്ത് he went back to his nursing career. അവിടെ വെച്ചിട്ട് പല ഹോസ്പിറ്റൽസിനുള്ള കൈൻഡ് ഓഫ് എന്തോ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തിരിക്കുക ത്രൂ കേഴ്സർ ആൻഡ് കോഡിങ് ആൻഡ് എവറിങ്. സോ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ എത്തി, ആൻഡ് ദാറ്റ് ഈസ് ലൈക്ക് എ ഹ്യൂജ് തിങ്, റെസ്പെക്ട് ഓഫ് ദ ഏജ്, റെസ്പെക്ട് ഓഫ് where they come from and everything. They were building software and they were talking to people, they were getting customers and money in the bank. And ultimately ഈ പറഞ്ഞ ഔട്ട്കം ആണ് we expect, and hopefully നേരത്തെ പറഞ്ഞ പോലെ സോഹോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ പ്രൊഡക്ട്സ് കേരളത്തിന് വരുമ്പോൾ ഉള്ള ഒരു ഇതാണ് അറ്റ് ദി എൻഡ് ഇതിൻ്റെ ഒരു വാട്ട് കോൾ ബെനിഫിഷ്യറി ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി നമ്മളെല്ലാം കൂടുതലും പേര് ഇവിടെ പ്രൊഡക്റ്റ് ബിൽഡേഴ്സ് ആണല്ലേ. അപ്പം നമ്മൾ ഫൈനലി ഇപ്പം ഒരു യൂസറിന് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രസൻറ്റേഷൻ എന്തുമാത്രം ബ്യൂട്ടിഫുൾ ആണെന്നുള്ളതിന് നല്ലൊരു ഫാക്ടറുണ്ട്. ഞാൻ ചെയ്തേക്കുന്ന ഒരു സ്ക്രീൻ റെക്കോർഡറാണ്. ബേസിക്കലി ഇറ്റ്സ് എ ബ്രൗസർ വൺ. സോ ലൈക്ക് വിത്തിൻ 5 minutes ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ക്രിയേറ്റ് എ ബ്യൂട്ടിഫുൾ ഡെമോ. ദാറ്റ്സ് മൈ പ്രോഡക്റ്റ്. സ്റ്റാർട്ട് വിത്ത് ലൈക്ക് ഓക്കെ, സോ you can create a project, something like demo here. So okay, so you can start with recording. For example, I'm using here this one. You can also select maybe application or anything here. Once you have enabled the screen, similarly you can enable the camera also, and also the microphone if you can also select which one. Sometimes you may not want all one. So you can start recording here and go to your application. Okay, so you can do whatever you want, your application, explain your things. It's also recording the sound, so you can record anything you want, explain your product, and you can come back and stop your recording. So right now it's like combining all those sources and create a video, and you can like adjust many things, maybe wallpaper. Then also you can actually, if you want, you can add zoom effects. So maybe like something like that, and also preview it here, something like this. And you can export from the browser itself here. Within this much seconds you can create a beautiful product demo. We are having a $10 lifetime deal right now up. Also we have a waiting list started, and if you want, if you some of you like, you guys have been with me like this 48 hours, so you can actually come to me and I can give you any special days. ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തു 5 ആൾക്കാരുടെ പ്ലാൻ. ഓക്കെ, actually thank you Felix, I got my first customer. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ, നമ്മൾ ഏത് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും എങ്ങനെ ഇങ്ങനെ പ്രൊഡക്റ്റ് കണ്ടെത്തും എന്നുള്ളതും, ബി ഇറ്റ് ഫ്രം മാർക്കറ്റ് പ്ലേസസ്, ബി ഇറ്റ് ത്രൂ അതർ ചാനൽസ്, ഇതൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു ത്രൂ ഹാക്കത്തോൺ ആയിട്ട്. ഈവൻ ഇന്നലെ അവരോട് സംസാരിച്ച സമയത്ത് ഇതും വീണ്ടും അഗെയിൻ ബ്രോട്ട് എ ടോപ്പിക്. ഐ മീൻ എസെൻഷ്യലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റ് ഹണ്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമോ ഒരു ഒരു ലോഞ്ച് തിങ് ആയിട്ട് കണ്ടിട്ട് യു ഷുഡ് നോട്ട് സ്പെൻഡ് മോർ ടൈം ഓൺ ദാറ്റ്. പേഴ്സണലി പറയുകയാണെങ്കിൽ മൈ ഒപ്പീനിയൻ. ഓക്കെ, ഐ ഹവ് സീൻ എന്താ പറയുക, ഹോൾ 2-3 months ഒക്കെ സ്പെൻഡ് ചെയ്ത് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി സംഭവം. ഐ സീൻ ഇറ്റ്. എസെൻഷ്യലി ലോഞ്ച് ചെയ്ത സമയത്ത് ഒരു ബബ് ഉണ്ടാവും ഇൻ ദ ട്രാഫിക്, പിന്നെ 0. You have to figure out other distribution channels where people come see your product. I mean, പിന്നെ അങ്ങനെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഞങ്ങൾക്ക് ഓൾറെഡി നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓൾറെഡി സെറ്റാണ്. അപ്പോൾ എൻ്റർപ്രൈസിൻ്റെ കേസിൽ കുറേയൊക്കെ കോൺടാക്ട്സും ആ ഒരു സംഭവമാണ്. അതായത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ സിസോനായിട്ട് കമ്പനി ആവുന്നു, കാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു, സെല്ലിങ്. അങ്ങനെയാണ് എൻ്റർപ്രൈസ് വർക്ക് ചെയ്യുന്നത്. മിക്ക മാർക്കറ്റും അങ്ങനെ. ബട്ട് ആ എൻ്റർപ്രൈസ് അല്ലാത്ത കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നല്ല സ്കില്ലുണ്ടെങ്കിൽ, ഈ ക്ലൂലിയൊക്കെ പോലെ ഗെറില്ല മാർക്കറ്റിംഗ് ആൻഡ് സ്റ്റഫ്, അതിൽ എബിലിറ്റി ഉണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പോകാറുണ്ട്. ഞങ്ങൾ കൺസ്യൂമർ സ്പേസിലല്ല, സോ വി ആർ നോട്ട് ലൈക്ക് ദാറ്റ്. ഞങ്ങളുടെ കേസിൽ ഈ നെറ്റ്വർക്ക് ഞങ്ങൾക്ക് അറിയുന്നതുകൊണ്ടാണ് ഇതിൽ പിടിച്ച് നിൽക്കുന്നത്. ബാക്കിയുള്ള വേറെ ഇൻഡസ്ട്രി, ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ഗാർബേജ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫാക്ടറി വർക്കേഴ്സ് ഇൻഡസ്ട്രിയാണ്, ഞങ്ങൾ ഫാക്ടറി കണ്ടിട്ട് പോലും ഇല്ല, അത് നെറ്റ്വർക്കും ഇല്ല. സോ കാരണം തിങ്ക് അത് ഭയങ്കര ഈസി അല്ല. അൺലെസ് എൻ്റെ ടീമിലോ അല്ലെങ്കിൽ വേറെ ആൾക്ക് ഹയർ ചെയ്യാൻ പറ്റുവാണ് ദേ ഹാവ് ദ നെറ്റ്വർക്ക്.
അങ്ങനെ നെറ്റ്വർക്ക് ബേസിലാണ് യൂഷ്വലി. ഇങ്ങനെ ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ഇതെങ്കിലും ചെറിയ ക്ലൂ, ലൈക്ക് ഐ മീൻ സെക്യൂരിറ്റി സ്പേസ് ആണോ, അല്ലെങ്കിൽ കാരണം ലൈക്ക് ചുമ്മാ നിങ്ങൾ പിവറ്റ് ചെയ്യില്ലെന്ന് അറിയാം, യു വിൽ നോട്ട് പിവറ്റ് ഫോർ ദ സേക്ക് ഓഫ് പിവറ്റിങ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇന്റൽ ലൈക്ക് മേ ബി 1 year down the line when you come out of സെൽത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴെങ്കിലും നമുക്ക് പറയാൻ പറ്റുള്ളൂ, നമ്മൾ ഫസ്റ്റ് കേട്ടിട്ടുള്ള. സോ ഞങ്ങളെല്ലാവരും അഗ്രി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും ഞാൻ ആരും ഇതിനെക്കുറിച്ച് പറയത്തില്ല, സീക്രട്ടാണ്. ബട്ട് മോട്ടോ ബീങ് എവരി വൺ വിൻസ്. ഓക്കെ, അതാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. ബട്ട് ചെറുതായിട്ട് ക്ലൂ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ മറ്റേ കൊടുത്ത ചാലഞ്ചും കാര്യങ്ങളൊക്കെ ഒരു കൈൻഡ് ഓഫ് ക്ലൂസ് ആണ്. സോ ഇഫ് യു ക്യാൻ കൈൻഡ് ഓഫ് ഫിഗർ ഔട്ട് ഫ്രം ദാറ്റ്, ഷുവർ. ബട്ട് ഈ ആദ്യം ദിവസങ്ങൾ സംസാരിക്കുന്നില്ല. ഐ മീൻ മുബീദിന് അല്ലെങ്കിൽ ഐ മീൻ ഇതുണ്ടല്ലോ, ലൈക്ക് ടു നെയിം എ ഫൺ പ്രൊഡക്റ്റ് ലൈക്ക് ദേവിൻ്റെ ക്ലോഡിൻ്റെ. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കണക്റ്റഡ് ആണോ സംഭവം? എങ്ങനെ പോലെ സംഭവം ഞാൻ പറയില്ല. പക്ഷേ എനിവേ, ദേവികയുടെ കേസിൽ ഒബ്വിയസ്ലി ദേവിക ഒരു ഫൺ പ്രോജക്റ്റ് ആയിരുന്നു. ക്ലോഡിയ ഒരു സ്ട്രാറ്റജിക് പ്രോജക്റ്റ് ആയിരുന്നു. ആ സ്ട്രാറ്റജി ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ വർക്കായി. ബട്ട് അത് പറയണോ? ഓക്കെ, അതെ, ഐ തിങ്ക് അത് ഈ കമ്മ്യൂണിറ്റിയിൽ ആക്ച്വലി പറയാൻ പറ്റും. ബട്ട് ഡു നോട്ട് ടെൽ ദിസ്, ലൈക്ക് ഇത് പുറത്തെവിടെയും പോകരുത്. So product is Reindeer. Reindeer is it's like cursor for databases. 2 functionalities which is autocomplete. And type ചെയ്യുമ്പോൾ തന്നെ give me the best suggestions. And second thing is there's a chat mode. അപ്പോൾ എനിക്ക് വേണ്ട കാര്യം ടെക്സ്റ്റ് ആയിട്ട് പറയുന്നു, it gives me the query. It just assists you in writing the query. So I'll show a demo from orders. Okay, I'm doing a left join with products. Okay, so I got an autocomplete. And then I'm doing a workflows where one more left join with users. Okay, so there is some issues. Instead of manually fixing, I'll ask the agent itself, why am I fixing this? See, it gives me a comparison of just like cursor itself. So I can actually select this is accept this, I have this, I'm going to execute this. John is not there. What customer do we have? ഒരു query എഴുതാണ്, select star from transactions table. This is a very bad query. But product managers and data analysts love this query because എല്ലാം എടുത്തിട്ട് നൈസ് അല്ലേ. പക്ഷേ അപ്പോൾ what we thought was before executing, we will actually show a pop-up saying this is an expensive query. Do you want to continue or optimize? They click optimize, go to the chat, again the diff, and they get optimized query. That's the product. സോ ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇൻവെസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. ടു ബി കംപ്ലീറ്റ്ലി ഓണസ്റ്റ്, അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫൗണ്ടേഴ്സിലാണ്, ഐഡിയലല്ല. അപ്പോൾ ഞാനിപ്പോൾ ഇൻവെസ്റ്റേഴ്സ് സംസാരിക്കുമ്പോൾ അവർ കൂടുതൽ ചോദിക്കുന്നത് ഞങ്ങളുടെ ടീമിനെ കുറിച്ചാണ്, പ്രൊഡക്റ്റിനെ കുറിച്ചല്ല. അതിപ്പോൾ ഫസ്റ്റ് ഇയറിൽ മെട്രിക്സ് ഉണ്ടെങ്കിലും ഇപ്പോൾ സീഡ് സ്റ്റേജിൽ ഞങ്ങൾ ഇത്ര മണി റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിനകത്ത് ഞങ്ങളിപ്പോൾ ട്രാക്ഷൻ പോലെ ഞങ്ങൾ ഇത്ര റവന്യൂ ആണ് ഒരു മാസം ഉണ്ടാക്കി. അപ്പോൾ ആ സമയത്തേക്ക് 33K മന്ത് ഒരു മറ്റേ ഡെമോയുടെ സമയത്ത് ഞങ്ങൾ ഉണ്ടാക്കി മന്ത് റവന്യൂ. ദേ ഡി നോട്ട് കെയർ. ആ ഫസ്റ്റ് മെട്രിക് അവർ കെയർ ചെയ്യത്തില്ല. കാരണം ചില സ്റ്റാർട്ടപ്സിനത് ബുക്ക് റവന്യൂ ആയിരിക്കും, ചില സ്റ്റാർട്ടപ്സിനത് പ്രൊജക്ഷൻസ് ആയിരിക്കും. അതായത് ഒരു മാസത്തെ റവന്യൂ വെച്ചിട്ട് ARR സെറ്റ് എന്ന് പറയുന്ന പോലെ ട്വിറ്ററിലൊക്കെ കാണാം എപ്പോഴും. അതൊന്നും കറൻസ് ആയ മീനിങ് ഇല്ല. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ. കാരണം ഇൻവെസ്റ്റേഴ്സിന് അറിയാം ഇവർ 2 മാസം ഇങ്ങനെ പിവട്ട് ചെയ്യും. ഇൻവെസ്റ്റേഴ്സ് അറിയാം ചിലപ്പോൾ 10 വർഷം ഇങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെയായിരിക്കും. അതെല്ലാവർക്കും അറിയാം. അവർ യൂഷ്വലി എക്സ് ഫൗണ്ടേഴ്സാണ്, അല്ലെങ്കിൽ ഈ മാർക്കറ്റ് കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ഞങ്ങളുടെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ പിവട്ട് ചെയ്യുന്ന പറയുന്ന സമയത്ത് അവർ ചോദിക്കും, അവർക്ക് ആകെ അറിയുന്ന ഓക്കെ നിങ്ങൾക്ക് ആ മാർക്കറ്റ് അറിയുമായിരിക്കും. ലൈക്ക് ദാറ്റ്സ് ഇറ്റ്. ദേ ഡോണ്ട് ആക്ച്വലി ലൈക്ക് അവർ പെസ്റ്റർ ചെയ്യത്തില്ല, ആ രീതിയിലൊന്നുമില്ല. ഡിപ്പെൻസ് ഓൺ ദ ഇൻവെസ്റ്റർ വർക്ക്. അതായത് ഇപ്പോൾ ബോർഡ് സീറ്റൊക്കെ ചോദിക്കുന്നത് പെസ്റ്റർ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് വേറെ ഉണ്ട്. ഞങ്ങൾ ഇൻറ്റൻഷനലി അവരൊന്നും ചൂസ് ചെയ്യത്തില്ല, അവർ റിജക്ട് ചെയ്തു. ആക്ച്വലി എക്സ് ഫൗണ്ടേഴ്സാണ് ലിറ്ററലി ഓൾ ഓഫ് ദം, ഞങ്ങളുടെ ഇൻവെസ്റ്റേഴ്സ് അല്ല. അപ്പോൾ ഞങ്ങൾ സംസാരിച്ച് റെഡിയാക്കിയിട്ട് അവരോട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ സംഭവം ചെയ്തത്. അപ്പോൾ അവരുടെ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഈ പിവട്ട് ഗുഡ് ലക്ക്, എങ്ങനെയുണ്ടെന്ന് നോക്കാം, മേ ബി സി യു ഇൻ 10 years. കാരണം സേഫിലാണ് സൈൻ ചെയ്യുന്നത്. ബൈസിൽ ഫുൾ സേഫ് അഗ്രിമെൻറ്റാണ് ഫസ്റ്റ്. ദേ ഡോണ്ട് ഈവൻ ഹാവ് എക്വിറ്റി ഇൻ ദോസ് പ്ലേസ്. അത് പ്രൈസ് ടൗണിൻ്റെ അടുത്തേലാണ് അവർക്ക് എക്വിറ്റി വരുന്നത്. ലൈക്ക് ആ ഒരു ഫൗണ്ടർ ഫ്രണ്ട്ലി രീതിയിലാണ് വൈസി സ്റ്റാർട്ടപ്സ് പോകുന്നത് തന്നെ. ബട്ട് ഡസൻറ്റ് മാറ്റർ ഹൗ ലോങ് ഇറ്റ് ടേക്സ്, ഞങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്താൽ ലൈക്ക് അവർക്കും റിട്ടേൺസ് ഉണ്ട് ഞങ്ങൾക്കും റിട്ടേൺസ് ഉണ്ട്. ആ ഒരു കൈൻഡ് ഓഫ് ലൈക്ക് ഒരു സംഭവമാണ്. അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്ത് പോകും ചിലർ. ലൈക്ക് And I would say humbly request you guys to really cut through the noise. ഇപ്പോൾ KPH ആയാലും over the years ഭയങ്കര സിഗ്നൽ നോയ്സ് ഉള്ള സമയത്ത് we cut through the noise, we just focusing on the signal.
അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഹെഡ്സ് ഡൗണായിട്ട് വർക്ക് ചെയ്യുക, എന്താ പറയുക, കമ്പനി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. പല നോയ്സും പല ഡിസ്ട്രാക്ഷൻസും ഈ ജോലിയോട് വരാം. സോ ട്രൈ ടു അവോയ്ഡ് ദോസ് തിങ്സ് ബിക്കോസ് ലോട്ട് ഓഫ് മിസ്റ്റേക്സ് ക്യാൻ ബി, എന്താ പറയുക, വി ഓൾസോ മെയ്ഡ് ക്യാൻ ബി സോൾവ് ആസ് യു ആർ വർക്കിംഗ് ടു ഇറ്റ്. ആൻഡ് ഇതുപോലത്തെ ഒരു സെഷൻസ് ഇന്നലത്തെ, എസ്പെഷ്യലി ഇന്നലത്തെ കോള് മേ ബി വുഡ് ആക്ച്വലി യൂസ്ഫുൾ ഫോർ യു ആസ് വെൽ. സോ ഗോയിങ് ഡൗൺ ദ ലൈൻ. Whoever uses like the best prompts, best to use, best use of AI, we might have something going. അതിൽ ബിജോയ്സ് നല്ല പോലെ ക്ലോഡ് കോഡ് യൂസ് ചെയ്തിട്ടുണ്ട്, നല്ല പ്രോംപ്റ്റ്. പിന്നെ ശ്രീധറിൻ്റെ ക്ലൈൻ നല്ല പ്രോംപ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുത്തന്നെ അമ്മച്ചിയുടെ സംഭവം കുറച്ച് പ്രോംപ്റ്റ് വന്നായിരുന്നു. ഞാൻ എല്ലാം നോക്കി. ഡാറ്റ എൻ്റെ കയ്യിലുണ്ട്, നല്ല ഡാറ്റ. അപ്പോൾ അതിന് കുറച്ച് ഏജൻറ്റിക് ട്രേസസ് ഒക്കെ വേണമായിരുന്നു. ഡാറ്റ അത് ഞങ്ങൾ ക്ലോഡ് കോഡ്, ഞങ്ങളുടെ API കുറേ പേര് ക്ലോഡ് കോഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലോഡ് കോഡ് യൂസ് ചെയ്യുന്ന സമയത്ത് സൈഡിൽ ഇങ്ങനെ ഇൻ്റർജെക്റ്റിങ്, കണക്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞൊരു അനിമേഷൻ കാണിക്കും ലെഫ്റ്റ് സൈഡിൽ. ഞങ്ങളിത് ഇൻ്റർസെപ്റ്റ് ചെയ്തു. അതിനകത്ത് ജോലി വേണോ, ഫീലിക്സ് ഫാൻസ് അസോസിയേഷൻ, കിരൺ ഫാൻസ് എന്നൊക്കെ പറയും ചുമ്മാ അങ്ങനെ ഇൻജെക്ട് ചെയ്തു. We kept it our hackathon, എന്താ പറയുക, without having any winners or prize money for a reason. You will know why. Stay tuned.